ഹായ് മക്കളെ, 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. എന്തിനാണ് രാവിലെ 5 മണിക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുന്നത്? കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഒരുപാട് ടെൻഷനുമായിട്ടാണ്, എത്ര തന്നെ പഠിച്ചു എന്ന് പറഞ്ഞാലും ടെൻഷൻ ഒരു കുറവുമില്ല സാറേ എന്ന് പറയുന്ന കുട്ടികളാണ് നിങ്ങൾ. കാരണം നിങ്ങളെ അവസ്ഥയിലൂടെ കടന്നു വന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു വന്ന ആളുകളാണ് ഞങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഒരു മോട്ടിവേഷൻ എന്നൊന്നും പറയുന്നില്ല, കുറച്ച് നല്ല വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ, എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ട പേന, പെൻസിൽ, ഹോൾ ടിക്കറ്റ്, ബോക്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതുക. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാം ഹോളിൽ പോകുമല്ലോ, അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും അതിനെ മാറ്റി വെക്കുക, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ചിലപ്പോൾ എക്സാം ടഫാകും, ചിലപ്പോൾ എക്സാം എളുപ്പമാവും. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സഞ്ചരിച്ച പാതകളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. നമ്മൾ അവിടെ എത്തിയോ ഇല്ലയോ എന്നതിനെ പറ്റി നിങ്ങൾ പ്രതീക്ഷ വെക്കരുത്. പറഞ്ഞ കാര്യം ഇത്രയാണ്. ചിലപ്പോൾ പല കുട്ടികളും പല തരത്തിലുള്ള ആളുകളാണ്. ചില കുട്ടികൾക്ക് 2-3 തവണ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, ചില കുട്ടികൾക്ക് ഒരു തവണ തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവനിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പരമാവധി നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞടാ. അതാണ് നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം ടഫാണെന്ന് വിചാരിച്ചു നോക്ക്. നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് എക്സാം ഹാളിൽ പോയി എക്സാം ടഫായി ടെൻഷൻ കൂടി. ആ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ്സിൽ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചൊരു കുട്ടിയാണ് ഞാൻ. അന്ന് ട്യൂഷനൊന്നുമില്ല, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തരുന്ന കാര്യങ്ങളും നോട്ടുകളൊക്കെ വെച്ച് പഠിച്ച് യൂട്യൂബും ക്ലാസ്സുകളൊന്നുമില്ല. പക്ഷേ എൻ്റെ മാക്സിമം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആയിരുന്നു. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ പഠിച്ചു. പക്ഷേ എനിക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയത് മാത്സിന് B+ ആണ്. എന്ന് കാര്യം ഞാൻ ഒരിക്കലും അതിൽ ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ ഞാൻ അതിൽ വെറീഡ് ആവാനോ നിന്നിട്ടില്ല. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് മാക്സിമം കിട്ടി. ഇന്ന് ആലോചിച്ചൊക്കെ ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ കേരളത്തിലുടനീളം പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? മാത്തമാറ്റിക്സ് ആണ്. അപ്പം നിങ്ങളുടെ മാർക്ക് എന്നതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ എഫേർട്ടിനെയാണ് നിങ്ങൾ അഭിനന്ദിക്കേണ്ടത്. അതിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത്. അതിലാണ് നിങ്ങൾ വിജയിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കുക. ഇപ്പോൾ മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിലേക്ക് നമുക്ക് ഇനിയും ദൂരമുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ഉം ഫുൾ മാർക്കും ഒക്കെ തന്നെ കിട്ടും. നിങ്ങളുടെ കൂടെ കട്ടക്ക് ഞങ്ങളുണ്ടാവും. ഒരു പേടിയും പേടിക്കേണ്ട. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഈസി ആക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഫുൾ കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവിടാ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.